ശ്രീഹരയേ നമ. നമസ്കാരം. അഗ്നിമഹാപുരാണം അടുത്തതായി നാം കേൾക്കുന്നത് ഗയാമാഹാത്മ്യം. ഗയാശ്രാദ്ധം എന്ന് പ്രസിദ്ധമായ ഒരു ശ്രാദ്ധവിധി, പിതൃകർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ഗയാശ്രാദ്ധം. ബ്രഹ്മജ്ഞാനം ഗയാശ്രാദ്ധം ഗോഗൃഹേ മരണം തഥാ വാസ പുംസാം കുരുക്ഷേത്രേ മുക്തിരേഷാ ചതുർവിധ. 4 കാര്യങ്ങളെ മുക്തിപ്രദമായിട്ടാണ് പറയുക. ബ്രഹ്മജ്ഞാനം ഉണ്ടാവുക, ഗയാശ്രാദ്ധം അനുഷ്ഠിക്കുക, ഗോശാലയിൽ വെച്ചിട്ടുള്ള മരണം, കുരുക്ഷേത്രത്തിൽ വസിക്കുക. ഇങ്ങനെ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ ഒരുവന് മുക്തി ലഭിക്കും. പിതൃകർമ്മങ്ങൾക്ക് ഏറ്റവും പ്രസിദ്ധമായ ഒരിടമാണ് ഗയ. പുരാണങ്ങളിൽ ഗയാമാഹാത്മ്യത്തെ വർണ്ണിക്കുമ്പോൾ ഗയൻ എന്ന ഒരു അസുരന്റെ കഥയെ പറഞ്ഞുകൊണ്ടാണ് ആ ഗയൻ തപസ് ചെയ്തു എന്നും ആ തപസ്സിന്റെ ശക്തി കൊണ്ട് തീക്ഷ്ണത, അതിൻ്റെ ചൂട് സഹിക്കാതെ ദേവന്മാർ ഭഗവാൻ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഗയാസുരിൽ നിന്ന് രക്ഷിക്കണം. അങ്ങനെ ഭഗവാൻ ഗയാസുരന് ദർശനം നൽകിക്കൊണ്ട് ചോദിച്ചു, നിനക്ക് എന്താണ് വരം വേണ്ടത്? അപ്പോൾ ഗയൻ ആവശ്യപ്പെട്ടത്, ഞാൻ ഏതൊരു തീർത്ഥത്തിനേക്കാളും പവിത്രമായിരിക്കണം. അങ്ങനെയാണ് ആ ഗയാസുരൻ വരം നേടിയത്. എന്നിരുന്നാലും ഇവിടെ അസുരപ്രകൃതമായതുകൊണ്ട് ആ ഗയൻ പിന്നീട് മനുഷ്യർക്കും ദേവന്മാർക്കുമൊക്കെ ഉപദ്രവകാരിയായി മാറും എന്നറിയാവുന്ന ഭഗവാൻ ആ ഗയനെ പിന്നീട് ചലിക്കാൻ പറ്റാത്ത രീതിയിൽ ഗയന്റെ ശരീരത്തിൽ ഓരോ അംഗങ്ങളിലും ദേവതകളോട് സാന്നിധ്യം ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ എല്ലാ ദേവതകളും ഈ ഗയന്റെ ശരീരം ചലിക്കാൻ പറ്റാത്ത രീതിയിൽ ഭൂമിയിൽ ശയിക്കുന്ന ആ ഗയാസുരന്റെ ഓരോ അംഗങ്ങളിലായിട്ട് വസിച്ചു എന്നൊക്കെയാണ്. വളരെയധികം വിസ്തരിച്ചിട്ടാണ് കഥ. കഥയുടെ വിസ്താരത്തിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ആ അസുരനെ ചലനരഹിതനാക്കി തീർത്തു. അവിടെ ദേവന്മാരൊക്കെ ആ അസുരന്റെ പ്രാർത്ഥന കേട്ടു, അസുരനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പൊ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ നിശ്ചലനാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ, ഗയൻ തന്നെ ചോദിക്കുമ്പോൾ ദേവന്മാർ പറഞ്ഞു, നീ ഉഗ്രരൂപിയായി തീർന്ന സമയത്ത് ഭഗവാൻ തന്നെയാണ് നിന്നെ ശാന്തപ്രകൃതമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ നിശ്ചലനാക്കി തീർത്തത്. അപ്പോൾ താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് തോന്നിയതായ അസുരൻ പ്രാർത്ഥിക്കുകയാണ് ദേവന്മാരോട്, എന്നെ യാതൊരു ആവശ്യവുമില്ലാതെയാണ് നിങ്ങൾ ആക്രമിച്ചത്. അതുകൊണ്ട് ദേവന്മാർ എനിക്ക് വരം തരണം എന്ന് ഈ അസുരൻ ആവശ്യപ്പെടുകയും ദേവന്മാർ പറഞ്ഞു, അങ്ങയെ നിശ്ചലനാക്കിയത് തീർത്ഥത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങയുടെ ഈ ക്ഷേത്രത്തിൽ എന്നും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യമുണ്ടാവും. പിതൃക്കൾക്ക് ബ്രഹ്മലോകം നൽകുന്ന ഏറ്റവും പ്രസിദ്ധമായ പുണ്യസ്ഥലവും ഇതുതന്നെ ആയിരിക്കും.
അങ്ങനെ എല്ലാ ദേവീദേവന്മാരും അവിടെ സാന്നിധ്യം ചെയ്തു. അവിടെ വെച്ച് ബ്രഹ്മാവ് ഒരു യാഗം ചെയ്തു. 5 ക്രോശം വിസ്താരമുള്ളതായ ഗയയിൽ അനവധി ഗ്രാമങ്ങളുണ്ട്. പർവ്വതങ്ങളും പുണ്യനദികളുമൊക്കെ ഉൾപ്പെടുന്നതായിട്ടുള്ള ഗയ. അപ്പോൾ ശ്രാദ്ധങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടറിയപ്പെടുന്നത് ഗയാശ്രാദ്ധമാണ്. അതിൻ്റെ മഹാത്മ്യത്തെയാണ് ഇവിടെ വിസ്തരിക്കുന്നത്. ഇപ്പോൾ ഗയയിലേക്ക് തീർത്ഥയാത്ര പോകുവാൻ ഉദ്ദേശിക്കുന്ന ഒരുവൻ ആദ്യം തന്നെ വിധിപ്രകാരമുള്ള ശ്രാദ്ധകർമ്മങ്ങളെ ചെയ്യണം. ഇപ്പോൾ ഗൃഹത്തിൽ വച്ചിട്ടൊക്കെ നാം വാർഷികമായി ചെയ്യണമെന്ന് നിശ്ചയിച്ചിട്ടുള്ള കൽപ്പിച്ചിട്ടുള്ള ശ്രാദ്ധകർമ്മങ്ങളെ ചെയ്യണം. സംയമനം പാലിച്ചുകൊണ്ട് ദാനമൊന്നും സ്വീകരിക്കാതെ വേണം പിന്നീടുള്ള ദിവസങ്ങൾ കഴിച്ചുകൂട്ടാൻ. ഒരുവൻ ഗയാശ്രാദ്ധത്തിനു വേണ്ടി തൻ്റെ ഗൃഹത്തിൽ നിന്നുള്ള യാത്ര ആരംഭിക്കുമ്പോൾ ഓരോ ചുവടുവയ്പും ഓരോ പാത മുന്നോട്ട് വയ്ക്കുന്തോറും അവൻ്റെ പിതൃക്കൾക്ക് ആ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ഓരോ പടികളായി ആ പ്രവേശനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുവൻ ഗയായാത്ര നടത്തിക്കഴിഞ്ഞാൽ അയാളുടെ പിതൃപരമ്പരകൾക്ക് ബ്രഹ്മജ്ഞാനം കൊണ്ടോ ഗോഗൃഹത്തിലെ മരണം കൊണ്ടോ കുരുക്ഷേത്രവാസം കൊണ്ടോ ഒന്നും പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും നേടേണ്ടതില്ല. അങ്ങനെ ഗയയിൽ എത്തിയതായ ഒരുവനെ കാണുമ്പോൾ അയാളുടെ പിതൃക്കൾക്ക് ഉത്സവമാണ്. ഈ വ്യക്തി തങ്ങളുടെ പുത്രനാവാം. എന്തായാലും ഈ പുത്രൻ ഞങ്ങൾക്ക് സംരക്ഷകനായി തീരും, നരകത്തിലേക്ക് പതിക്കേണ്ടിയിരുന്ന ഞങ്ങൾക്ക് ആശ്വാസമാണ് ഇവൻ എന്നൊക്കെ പിതൃക്കൾ കരുതുന്നു, സന്തോഷിക്കുന്നു. ഗയാ തീർത്ഥം, അതിൽ സ്നാനം ചെയ്യുക, അവിടെ പിണ്ടദാനം ചെയ്യുക, അതിന് കാലപരിഗണനകളൊന്നുമില്ല എന്ന് തന്നെ ആദ്യം പറഞ്ഞു. എല്ലാ ദിവസവും ചെയ്യാം. ആരാണോ ഈ ഗയയിൽ പോയിട്ട് ഗയാ തീർത്ഥത്തിൽ അതിൻ്റെ ആ തീർത്ഥക്കരയിൽ 3 പക്ഷം, ഒരു പക്ഷം 15 ദിവസമാണ്, അങ്ങനെ 3 പക്ഷക്കാലം 45 ദിവസം അവിടെ വസിക്കുന്നുവെങ്കിൽ ഒരുവൻ തൻ്റെ വംശത്തിലെ 7 പരമ്പരകളെയാണ് രക്ഷിക്കുന്നത്. അഷ്ടകയിൽ ചെയ്യുന്ന ശ്രാദ്ധത്തിനെ കുറിച്ചിട്ടൊക്കെ അഷ്ടകാശ്രാദ്ധം എന്ന് പറയും. അഷ്ടകാവ്രതമുണ്ട്. സപ്തമി മുതൽ അഷ്ടമി, നവമി, അങ്ങനെ 3 ദിവസം തുടർച്ചയായി ചെയ്യുന്ന വ്രതമാണ് അഷ്ടക. വൃദ്ധി എന്നാൽ പുത്രന്മാർ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ക്രിയയാണ്. ഇത്തരത്തിൽ ആ ഗയയിൽ, ഇപ്പോൾ ഗയാ തീർത്ഥത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഓരോ ദിവസത്തിലും പ്രത്യേകമായിട്ടുള്ള സ്നാനം, അതേപോലെ തന്നെ അതിൻ്റെ ശ്രാദ്ധവിധികൾ, തർപ്പണം, ഇങ്ങനെയൊക്കെ വിസ്തരിക്കും. സാമാന്യമായിട്ട് നമുക്ക് അതിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനയോടുകൂടി വേണം അവിടെ സ്നാനം ചെയ്ത് പിണ്ടദാനവും തർപ്പണവും പൂർത്തിയാക്കാൻ. ഓം നമോ ഭാനവേ ഭർത്രേ ഭവായ ഭവമേ വിഭോ ഭുക്തിമുക്തിപ്രദ സർവപിതॄണാം ഭവഭാവിത കവ്യവാഹോനല സോമോ യമശൈവ അര്യമാ തഥാ അഗ്നിശ്വാത ബർഹിഷത ആജ്യപാ പിതൃദേവതാഃ ആഗച്ഛന്തു മഹാഭാഗ യുഷ്മാഭി രക്ഷിതാസ്ത്വിഹ മദീയ പിതരോ യേ ച മാതൃമാതാമഹാദയ തേഷാം പിണ്ടപ്രദാദാഹം ആഗതോസ്മി ഗയാമിമാം. അല്ലയോ ദേവന്മാരെ, ഞാൻ എൻ്റെ പിതൃക്കൾക്ക്
പിണ്ടദാനം ചെയ്യാനായിട്ട് ഗയയിൽ എത്തിയതാണ്, അവരെ രക്ഷിച്ചാലും എന്നിങ്ങനെ ഈ പിണ്ടദാനം ചെയ്ത് പിണ്ടം വെച്ച ശേഷം പിതൃക്കളെ ധ്യാനിച്ചുകൊണ്ട് സൂര്യദേവനായി നമസ്കാരം ചെയ്തുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ്. ഇത്തരത്തിൽ പിന്നീട് അവിടെ ഓരോ സ്നാനഘട്ടങ്ങളിലും ചെയ്യേണ്ടതായ സ്നാനത്തിൻ്റെ പ്രാധാന്യം, അവിടെ ദർശിക്കേണ്ടതായ സങ്കേതങ്ങൾ, ക്ഷേത്രങ്ങൾ, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് വിസ്തരിക്കുക. അതൊക്കെ അവിടെ നാം പോകുന്ന സമയത്ത് അവിടെ നിന്നും മനസ്സിലാക്കേണ്ടതായ സംഗതികൾ തന്നെയാണ്. ഇതിൽ പറയുന്നത് പോലെ പൂർണ്ണമായിട്ടും എല്ലാവർക്കും ഒരു പക്ഷേ അങ്ങനെ തന്നെ ആചരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സാമാന്യമായിട്ട് ഗയയിൽ പോവുക, ഗയാശ്രാദ്ധം ഊട്ടുക, അതിൻ്റെ ഏറ്റവും മിതമായ രീതിയിൽ, ഏറ്റവും ആ ഒരു സാധാരണ സമ്പ്രദായം അനുസരിച്ച് ഗയാശ്രാദ്ധത്തെ ഊട്ടുക, അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. ഇപ്പോൾ അവിടെ ചില സ്ഥലങ്ങളിലെ ആ സ്ഥലമാഹാത്മ്യം പറയുമ്പോൾ ബ്രഹ്മാവ് യാഗം ചെയ്ത ഇടം ബ്രഹ്മസരസ്, അവിടെ ഒരു യൂപമുണ്ട്. ആ യൂപത്തിൽ പ്രദക്ഷിണം ചെയ്ത് ജലമർപ്പിച്ചാൽ വാജപേയ ഫലം എന്നാണ് പറയുക, വാജപേയ യാഗം ചെയ്ത ഫലം. ഏകോ മുനി കുംഭകുശാഗ്രഹസ്ഥ ആമ്രസ്യമൂലേ സലിലം ദദാതി ആമ്രാശസിക്ത പിതരശ്ച തൃപ്ത ഏകാക്രിയ ദ്വ്യർത്ഥകരീ പ്രസിദ്ധ. ഒരു മുനി തൻ്റെ ജലപാത്രത്തിൽ നിന്നും ജലമെടുത്ത് ദർഭ കൊണ്ട് ജലം ആ യൂപത്തിൻ്റെ ചുവട്ടിലൊഴിക്കുന്നു. അവിടെ ഒരു മാവ് നിൽക്കുന്നുണ്ട്, ആമ്രം, ആ മാവിൻ്റെ ചുവട്ടിലൊഴിക്കുന്നു. അങ്ങനെ ദർഭ കൊണ്ട് ജലം വീഴ്ത്തുമ്പോൾ രണ്ട് കാര്യമാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഈ വൃക്ഷം നനയുന്നു, അതിന് ജലം ലഭിക്കുന്നു. മറ്റൊന്ന്, പിതൃക്കൾക്ക് ജലം ലഭിക്കുന്നു, പിതൃക്കളുടെ പ്രീതി ഉണ്ടാവുന്നു എന്നാണ്. 5 ക്രോശം വിസ്തൃതിയുള്ള ഗയാതീർത്ഥം. ഇപ്പോൾ ആദ്യം പറഞ്ഞു ഗയാസുരൻ്റെ ശരീരം. അപ്പോൾ അതിൽ 1 ക്രോശം ഗയൻ്റെ ശിരസാണ് എന്നാണ്. ആ ഗയാസുരൻ്റെ ശിരസിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലം, അതാണ് ഗയാശിരസ്. അവിടെയാണ് ശ്രീപരമേശ്വരൻ തൻ്റെ പാദങ്ങളെ പതിപ്പിച്ചത് എന്ന് ഒരു ഐതിഹ്യമുണ്ട്. അവിടെ ആ ഗയാശിരസിൽ ഒരു ശമീവൃക്ഷത്തിൻ്റെ ഇലയിൽ കൊള്ളുന്ന അത്ര പിണ്ഡം അർപ്പിച്ചാൽ പോലും, വളരെ ചെറിയ ഇലയാണ് ഈ ശമീവൃക്ഷത്തിൻ്റെ ഇല, വന്നി, അതിൻ്റെ ഇല എന്ന് പറയുന്നത് വളരെ ചെറിയതാണ്. അപ്പം അത്രയും ചെറിയ അളവിൽ പോലും അവിടെ പിണ്ഡമർപ്പിച്ചാലും നരകവാസികളായിട്ടുള്ള പിതൃക്കൾ സ്വർഗത്തെ പ്രാപിക്കും എന്നാണ്. അപ്പം ഗയയിൽ പിണ്ഡതർപ്പണം ചെയ്തു കഴിഞ്ഞാൽ പിതൃക്കൾക്ക് സദ്ഗതി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗയയുടെ പ്രാധാന്യത്തിൽ സൂചിപ്പിച്ചു. ഗയാശീർഷം, ഗയാസുരൻ്റെ ശരീരത്തെയാണ് ആ ഗയയിൽ ഒട്ടാകെ വ്യാപിച്ചിരിക്കുന്നതായിട്ട് കൽപ്പിച്ചത്. അപ്പോൾ ഗയാശീർഷം, അവിടെ പിണ്ഡാർപ്പണം നടത്തിയാൽ തീർച്ചയായിട്ടും അത് ചെയ്യുന്ന ഒരുവന്റെ പിതൃവംശം, മാതൃവംശം, ഗുരു പരമ്പര, ഗുരുക്കന്മാർ, ശ്വശുരൻ, ബന്ധുക്കൾക്ക് എല്ലാം തന്നെ മോക്ഷം ലഭിക്കുന്നു. പിണ്ടത്തിന് അർഹതയില്ലാത്തവർ, ഭാര്യാപുത്രാദികൾ ഇല്ലാത്തവർ, പ്രവൃത്തി ദോഷം സംഭവിച്ചവർ, ജന്മനാ കണ്ണിന് കാഴ്ചയില്ലാത്തവർ, അന്ധന്മാർ, മുടന്തുള്ളവർ, ബധിരന്മാർ, വൈരൂപ്യം ബാധിച്ചവർ,
ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ മരണമടഞ്ഞവർ, തൻ്റെ കുലത്തിൽ അറിയപ്പെടാതെ കിടക്കുന്ന എല്ലാവർക്കും ഞാൻ അർപ്പിക്കുന്ന ഈ പിണ്ഡം ഉപകാരപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അവിടെ നമ്മൾ പിണ്ഡം അർപ്പിക്കുന്നത്. പിതൃവംശേ മൃതായേ ച മാതൃവംശേ തഥൈവ ച ഗുരു ശ്വശുരബന്ധൂനാം യേ ചാന്യേ ബാന്ധവാ മൃതാഃ യേ മേ കുലേ ലുപ്തപിണ്ഡാ പുത്രദാരവിവർജിതാഃ ക്രിയാലോപഗതാ യേ ച ജാത്യന്ധാ പങ്കവസ്തഥാ വിരൂപാ ആമഗർഭായേ ജ്ഞാതാജ്ഞാതാകുലേ മമ തേഷാം പിണ്ഡോ മയാ ദത്തോ ഹ്യക്ഷയ്യം ഉപതിഷ്ഠതാം യേ കേചിൽ പ്രേതരൂപേണ തിഷ്ഠന്തി പിതരോ മമ തേ സർവേ തൃപ്തിമായാന്തു പിണ്ഡദാനേന സർവദാ. ഈയൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് പിണ്ഡം സമർപ്പിക്കുന്നത്. ഞാൻ അർപ്പിക്കുന്ന ഈ പിണ്ഡം ഇവർക്കെല്ലാം ഉപകാരപ്പെടട്ടെ. തൻ്റെ വംശത്തിൽ പ്രേതരൂപത്തിൽ വർത്തിക്കുന്നവർക്കെല്ലാം ഈ പിണ്ഡദാനം മോചനത്തെ പ്രദാനം ചെയ്യട്ടെ. ഇപ്പൊ തനിക്ക് അക്ഷയമായ ലോകം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും തൻ്റെ വംശത്തിലെ എല്ലാവർക്കും പിണ്ഡം അർപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ ഗയയിൽ പോയി നാം സ്നാനം ചെയ്യുന്നു, ശ്രാദ്ധമൂട്ടുന്നു, അന്നം ദാനം ചെയ്യുന്നു. ഏതെങ്കിലും ഒരു സാധുവിന് അന്നം ദാനം ചെയ്താൽ കോടിക്കണക്കിന് ദാനം കൊടുത്തതിന് തുല്യമാണ് ഗയയിൽ വെച്ച് നാം ചെയ്യുന്ന അന്നദാനം. അപ്പോൾ വളരെ അധികം പേർക്ക് കൊടുത്താൽ അതിൻ്റെ ഫലം എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നമ്മൾ പിതൃക്കൾക്ക് കൊടുക്കുന്നത് എന്തും നിലനിൽക്കും. ഇപ്പം ഗയയിൽ അന്നദാനം ചെയ്യാൻ ഒരു പുത്രനുണ്ടാവുകയാണ് എങ്കിൽ അപ്പോഴാണ് ഒരുവന് മക്കളുണ്ടായതിൻ്റെ പുണ്യം അനുഭവിക്കുന്നത്. ഭഗവാൻ മഹാവിഷ്ണു, ആ ജനാർദ്ദനൻ ഗയയിൽ പിതൃരൂപത്തിലാണ് വർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഗയയെ പ്രദക്ഷിണം ചെയ്ത് ഗയയിലെ സാധുക്കൾക്ക് അന്നം ദാനം ചെയ്ത് ഗയാശ്രാദ്ധം ഊട്ടിക്കൊണ്ട് ഗദാധരനായിട്ടുള്ള ആ ശ്രീഹരിയോട് ഇപ്രകാരം പ്രാർത്ഥിക്കുക. ഗദാധരം ഗയാവാസം പിത്രാദീനാം ഗതിപ്രദം ധർമാർത്ഥകാമമോക്ഷാർത്ഥം യോഗദം പ്രണമാമ്യഹം ദേഹേന്ദ്രിയമനോബുദ്ധി പ്രാണാഹങ്കാരവർജിതം നിത്യശുദ്ധ ബുദ്ധമുക്തസത്യം ബ്രഹ്മ നമാമ്യഹം ആനന്ദമദ്വയം ദേവം ദേവദാനവവന്ദിതം ദേവദേവീ വൃന്ദയുക്തം സർവദാ പ്രണമാമ്യഹം കലികൽമഷകാലാർത്തിതമനം വനമാലിനം പാലിതാഖിലലോകേശം കുലോദ്ധരണമാനസം വിഭക്താത്മാനമാത്മനി സ്ഥിതം സ്ഥിരതരം സാരം വന്ദേ ഘോരാഖമർദ്ദനം ആഗതോസ്തി ഗയാം ദേവ പിതൃകാര്യേ ഗദാധര ത്വമേ സാക്ഷി ഭവാദ്യേഹ അനൃണോഹം ഋണത്രയാൽ സാക്ഷിണ സന്തു മേ ദേവ ബ്രഹ്മേശാനാദയസ്തഥാ മയാ ഗയാം സമാസാദ്യ പിതॄണാം നിഷ്കൃതി കൃത. ഇവിടെ ഗയയിൽ
നാം ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മവും ശ്രാദ്ധമൂട്ടുക, തർപ്പണം ചെയ്യുക, സ്നാനം ചെയ്യുക, അന്നം ദാനം ചെയ്യുക, ഗയയെ പ്രദക്ഷിണം ചെയ്യുക, ഇനി ഇതൊന്നും സാധിച്ചില്ല എങ്കിൽ ഈ ഗയാമാഹാത്മ്യത്തെ കേൾക്കുകയോ പാടുകയോ ചെയ്താൽ തന്നെ അത് അക്ഷയലോകത്തെ പ്രദാനം ചെയ്യുന്നതാണ് എന്നിങ്ങനെയാണ് ആ ഗയാമാഹാത്മ്യത്തെ ഇവിടെ അഗ്നിദേവൻ വസിഷ്ഠനോടായിക്കൊണ്ട് ഉപദേശിച്ച് അതിൻ്റെ അനുബന്ധമായിട്ട് പറഞ്ഞു ശ്രാദ്ധകൽപ്പം. നാം ഗരുഡപുരാണത്തിൽ വിസ്തരിച്ച് കേട്ടിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഇവിടെ ഗയാമാഹാത്മ്യത്തിൻ്റെ അനുബന്ധം എന്ന വണ്ണം അതിനെ ഒന്ന് സൂചിപ്പിക്കുന്നു. ശ്രാദ്ധകൽപ്പം, ശ്രാദ്ധ വിഷയങ്ങളെ ഒന്നിവിടെ വിസ്തരിക്കുകയാണ്. ശ്രാദ്ധം ഊട്ടുമ്പോൾ, പിതൃക്കൾക്കായിക്കൊണ്ടുള്ള ബലികർമ്മങ്ങളെ ചെയ്യുമ്പോൾ അതിനുള്ള ദ്രവ്യങ്ങളെല്ലാം നേരത്തെ തന്നെ തയ്യാറാക്കി വയ്ക്കണം. അതിൽ പങ്കെടുക്കേണ്ടവരെ നേരത്തെ തന്നെ ക്ഷണിക്കുക. ക്ഷണിക്കപ്പെടേണ്ടവർ ആരെല്ലാമാണ് എന്ന് ഇവിടെ ഒന്ന് സൂചിപ്പിക്കുന്നു. ഒന്നുകിൽ യതികളായിരിക്കണം, അല്ലെങ്കിൽ ഗൃഹസ്ഥനോ സ്നാതകരോ ശ്രോത്രിയനോ ആയിരിക്കണം. സദാചാരയുക്തരായിട്ടുള്ളവരെ വേണം ശ്രാദ്ധത്തിന് ക്ഷണിക്കുവാൻ. അവർ സ്നാനം ചെയ്ത് ശുദ്ധരായിട്ട് വേണം ഈ ശ്രാദ്ധത്തിൽ പങ്കെടുക്കുവാൻ. ശ്രാദ്ധം ഊട്ടുന്ന ദിവസം അറിയാതെ ആണെങ്കിൽ പോലും ആരോടും കോപിക്കരുത്. എല്ലാ പ്രവൃത്തികളിലും മൃദുത്വം പാലിക്കണം, ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. സംഭാഷണത്തിൽ മറ്റുള്ളവരോട് സംഭാഷണം ചെയ്യുമ്പോൾ സത്യം പാലിക്കുക. ഒരു കാര്യത്തിലും പ്രമാദം പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. കുമാർഗത്തിൽ, ദുർമാർഗത്തിൽ ഗമനം ചെയ്യാതിരിക്കുക. ശ്രാദ്ധ ദിവസം മൗനവ്രതമാണ് ഉത്തമം. ചില ഇടങ്ങളിൽ ഈ ശ്രാദ്ധത്തിൻ്റെ അനുബന്ധമായി നാം ക്ഷണിച്ചു വരുത്തി അത് വന്നിട്ടുള്ളവർക്ക്, ശ്രാദ്ധത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളവർക്ക് ശ്രാദ്ധത്തിന് പാകം ചെയ്ത കവ്യം വിളമ്പിക്കൊടുക്കുകയും അവർ ഇത് സ്വീകരിച്ച് തൃപ്തരായി കഴിഞ്ഞു എന്ന് നമുക്ക് ബോധ്യപ്പെടണം. അതുകൊണ്ട് നിങ്ങൾ തൃപ്തരായി കഴിഞ്ഞുവോ എന്ന് ചോദിക്കണം. അവർ അതിന് പൂർണ്ണമായും തൃപ്തരായി എന്ന് മറുപടി പറയുന്നു. ഇതൊക്കെ പലയിടങ്ങളിലും നിലനിൽക്കുന്ന സമ്പ്രദായമാണ്. ചിലയിടങ്ങളിൽ ആ ശ്രാദ്ധത്തിൻ്റെ അനുബന്ധമായി ദാനം ചെയ്യവേ വസ്ത്രവും ഫലതാമ്പൂലങ്ങളും ഒക്കെ ചേർത്ത് ദാനം ചെയ്യുമ്പോൾ ആ ദാനം സ്വീകരിക്കുന്ന വ്യക്തി സുശ്രാദ്ധമസ്തു എന്നൊക്കെ പറഞ്ഞ് ആശീർവദിക്കുന്നു. അങ്ങനെയുള്ള സമ്പ്രദായവുമുണ്ട്. എന്തായാലും പൂവും അക്ഷതവും ഒക്കെ നൽകി, ജലവും ഒക്കെ നൽകി അവർ ആ ശ്രാദ്ധത്തിൻ്റെ അംഗമായിട്ട് ദാനം നൽകി അവരെ സന്തോഷിപ്പിക്കണം. ദാനം സ്വീകരിക്കുന്നവർ, ഈ ശ്രാദ്ധകർമ്മങ്ങളെ ചെയ്യുന്നവരെ, ശ്രാദ്ധം നടത്തുന്നവരെ ആശീർവദിക്കണം. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഞങ്ങളുടെ ശ്രദ്ധയ്ക്ക് ലോപമുണ്ടാകാതിരിക്കട്ടെ, ഞങ്ങളുടെ ഉള്ളിലെ ദാനഭാവന കൂടുതൽ വർദ്ധിക്കട്ടെ, എൻ്റെ പിതൃഗണങ്ങൾ, ഞങ്ങളുടെ ഗോത്രം സർവദാ ബുദ്ധിയെ പ്രാപിക്കട്ടെ, ഞങ്ങളുടെ ദാതാക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാവട്ടെ, സന്തതികൾ വർദ്ധിക്കുകയും ജ്ഞാനസമൃദ്ധി ഉള്ളവരായി തീരുകയും ചെയ്യട്ടെ.
ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ കൂടുതൽ അന്നം വിളയട്ടെ, ഞങ്ങളുടെ ഗൃഹത്തിൽ സമാഗതരാകുന്ന അതിഥികൾ വീണ്ടും വീണ്ടും സമ്മാനങ്ങൾ പ്രാപിച്ചു കൊണ്ടിരിക്കട്ടെ, ഞങ്ങളുടെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും യാചകന്മാർക്ക് വരാൻ കഴിയട്ടെ, എന്നാൽ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ യാചനയ്ക്ക് ചെല്ലുവാനുള്ള സ്ഥിതി ഉണ്ടാകാതിരിക്കട്ടെ എന്നിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ ആ പിതൃകർമ്മങ്ങളെ ചെയ്ത് ക്ഷണിച്ചു വരുത്തിയവർക്ക് ദാനാദികളെ ദക്ഷിണാദികളെ ചെയ്തുകൊണ്ട് വേണം ആ ശ്രാദ്ധകർമ്മം പൂർത്തിയാക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ പിതൃകർമ്മങ്ങൾ അത് വേണ്ട സമയത്ത് ചെയ്യേണ്ടതായ തിഥി നക്ഷത്രാദികളെ പാലിച്ചുകൊണ്ട് ആ പിതൃകർമ്മങ്ങളെ പിതൃശ്രാദ്ധത്തെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഏതൊരുവനും ആ പിതൃക്കളുടെ അനുഗ്രഹം നൽകുന്നത് തന്നെയാണ്. ധനധാന്യ സമൃദ്ധി ഉണ്ടാവുന്നതാണ്, സന്തതി പരമ്പരകൾ ഉണ്ടാവുന്നതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഓരോ തിഥികളിലും പ്രത്യേകമായി ചെയ്യുന്ന ശ്രാദ്ധ കർമ്മങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഫലമൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതെന്തു തന്നെയാണെങ്കിലും നമുക്ക് സാമാന്യേന പറഞ്ഞു തന്നിട്ടുള്ള ഒന്ന്, ഒരു വ്യക്തി ഏകോദിഷ്ടമായിട്ടൊരു മരിച്ചുപോയ വ്യക്തിയുടെ സ്മരണാർത്ഥമായി നാം ശ്രാദ്ധം കൂട്ടുമ്പോൾ അത് ആ നക്ഷത്രമോ തിഥിയോ അനുബന്ധമായിട്ടാവാം, അല്ലെങ്കിൽ ബഹുദിഷ്ടമായിട്ട് പിതൃക്കൾക്ക് ശ്രാദ്ധത്തെ ഊട്ടുമ്പോൾ അത് കർത്തവാവു ദിവസം അമാവാസി ദിവസം ആവാം. അത്തരത്തിലുള്ള ആ ശ്രാദ്ധകർമ്മങ്ങളുടെ പ്രാധാന്യം കൂടി ഈ ഗയാമാഹാത്മ്യത്തിൻ്റെ അനുബന്ധമായി ഇവിടെ ഒന്ന് വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ട് ആ ഒരു കഥാസന്ദർഭത്തെ കഥാവർണ്ണനയെ ഇവിടെ സമർപ്പിക്കുന്നു. ശ്രീഹരേ നമഃ.